വെറുതെ ഇനി കടകളിൽ പോയി ക്യാഷ് കളയണ്ട കേട്ടോ. വീട്ടിൽ കുക്കർ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിട്ടോ. ചിക്കൻ വാങ്ങിച്ചാൽ ഇനി അടുത്ത ഐറ്റം ഇത് തന്നെ ആയിക്കോട്ടെ. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കണത്. ഇതുവരെ കുക്കറിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മളിവിടെ 2 ചിക്കന് വേണ്ടിയിട്ടുള്ള അളവാട്ടോ പറയുന്നത്, 2 ചെറിയ ചിക്കന് വേണ്ടിയിട്ട്. അതിന് വേണ്ടി ഇതാ ഇവിടെ 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ശരിക്കും അത് പൗഡറായിട്ടാണ് വേണ്ടത്, പക്ഷേ അത് നമ്മളെടുത്തില്ലാത്തതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത്. ഇതുപോലെ മാഗി ക്യൂബാണ് കേട്ടോ, അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതൊരു 2 കട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ തന്നെ 2 ഉണ്ടാവും. പിന്നെ അതിലോട്ട് തന്നെ ഗ്രാമ്പു കുറച്ച് അളവിൽ ചേർത്ത് കൊടുക്കുക, കറാമ്പട്ട കുറച്ച് അളവിൽ ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് ഏലക്കായും കൂടെ ഇതുപോലെ കയ്യിലിട്ടൊന്ന് തിരുമ്മിയിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ മസാലപ്പൊടികളില്ല എന്നുള്ളതാണ് കേട്ടോ. ഞാനിവിടെ വെറും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. അപ്പം ഓൾറെഡി മാഗി ക്യൂബിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും, അതുകൊണ്ട് തന്നെ പാകത്തിന് നോക്കി മാത്രം ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതാ ഞാൻ ഇതിലോട്ട് പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീരല്ല ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, വിനീഗറാണ് കേട്ടോ, സുർക്ക. അത് നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. 2 or 3 ആയാലും കുഴപ്പമില്ല. ഇനി നമ്മൾക്ക് ആ മാഗി ക്യൂബ് നല്ലോണം ഉടച്ചതാ ഇതുപോലെ മസാല ആക്കി എടുക്കണം കേട്ടോ. മാഗി ക്യൂബ് ഉടഞ്ഞിട്ടില്ലെങ്കിൽ ചിക്കൻ്റെ അവിടെ ഇവിടെയും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിക്കുന്ന സമയത്ത് നല്ല ഉപ്പ് രുചി വരും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കഴുകി വൃത്തിയാക്കി നമുക്ക് ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ 2 ചിക്കൻ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുഞ്ഞു ചിക്കൻ ആയിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു മസാലപ്പൊടികളും ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറവ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായി മസാല എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നമ്മൾ ഏകദേശം ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. 2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ അതും കൂടുതൽ നന്നായിട്ട് അതിനകത്ത് മസാലയും അതിൻ്റെ ആ ഉപ്പും വെള്ളം ഒക്കെ കയറി കിട്ടിക്കോളും. പുറത്തൊക്കെ ആണെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും വെച്ചിട്ട് ഇതുപോലെ അതിന് ഊറ്റിയെടുക്കുക കേട്ടോ. ഞാനൊരു അരിപ്പയിലോട്ട് ഊറ്റിയെടുത്തിട്ട് ബാക്കി വെള്ളം ഒന്ന് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്, അത് കളയണ്ട. ഇനി നമുക്ക് ഇത് ഡിപ്പ് ചെയ്യാനുള്ള പൗഡർ റെഡിയാക്കാൻ ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഞാൻ 2 ഗ്ലാസ് കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ഗ്ലാസ് മൈദയും. അപ്പോൾ ഒരേ അളവിലാണ് കേട്ടോ ഞാൻ പൊടികൾ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ചിക്കൻ ആണെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് മതി 2 പൊടികളും. ഇതിപ്പോൾ 2 ചിക്കൻ ആയതുകൊണ്ട് 2 ഗ്ലാസ് വെച്ചിട്ട് കോൺഫ്ലോറും മൈദയും ഞാൻ അളന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഇതുപോലെ ഏകദേശം ഒരു 1/2 ടീസ്പൂണിനടുത്ത് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒഴിവാക്കുക. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൈ വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് പൊടി ഒന്നിങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിത് ഡിപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ ചിക്കനെ അതിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടി പിടിച്ച് അതിൻ്റെ മസാല നമ്മൾ ഈ ഒരു കോട്ടിങ് പോവും. ആദ്യം നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള ഓരോ ചിക്കനും പൊടിയിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം അരിച്ച് മാറ്റി പറഞ്ഞില്ലേ, അതിലൊന്ന് ഒപ്പിയെടുക്കുക, അതൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ പൊടിയിലൊന്ന് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ 2 കോട്ടിങ് ആവും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൽ എല്ലാം പറ്റി പിടിച്ച് നന്നായിട്ട് ഇരിക്കും. ഇത് നമ്മൾ നേരത്തെ പൊടി തൂവിയിട്ടുള്ള പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കന് പൊടിയിൽ മുക്കി കൊടുക്കുക, എന്നിട്ട് വീണ്ടും വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് വീണ്ടും പൊടിയിൽ മുക്കി തട്ടിക്കുടഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. ഇതുപോലെ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് സാധാരണയൊക്കെ പാനിൽ വെച്ച് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും കുറേ സമയം പോവും. ഏകദേശം ഒരു 15 to 20 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ സാധാ പോലെ പൊരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇതാവുമ്പോൾ കുക്കറിൽ മുങ്ങാവുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് ഞാനൊരു 5 പീസ്, ഞാൻ ചെറിയ കുക്കറായിട്ട് എടുത്തിക്കണം, അതിലൊരു 5 പീസ് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത് വെയിറ്റ് ഇട്ട് കൊടുക്കുക, അടച്ചു കൊടുക്കുക, വിസിലൊന്നും എടുക്കണ്ട. എന്നിട്ട് 2 വിസിൽ അടുപ്പിച്ചിട്ട് നമുക്ക് ആവി കളഞ്ഞ് തുറക്കണം കേട്ടോ. 2 വിസിൽ അടുപ്പിച്ച ശേഷം ആവി കളഞ്ഞ് തുറക്കുക. നല്ല മൂത്ത ചിക്കനൊക്കെ ആണെങ്കിൽ 3 വിസിൽ അടിച്ചോട്ടെ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സൈഡ് നല്ല
നല്ല ആയിട്ടുണ്ടാവും കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല പെർഫെക്ഷൻ തോന്നും. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട്, കാരണം കുക്കർ ആകുമ്പോൾ ഇളക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ കോട്ടിങ് പോവാത്ത രീതിയിൽ മറ്റേ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ ഒരു സൈഡ് മാത്രമായിട്ടുള്ളൂ, മറ്റേ സൈഡ് കൂടെ ഒരു സ്പൂൺ വെച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് കൂടെ നല്ലോണം ഒന്ന് കളർ മാറി വന്നാൽ നമുക്കിത് എടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൈഡ് ചിക്കനാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചിലപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഒരു ബാച്ച് പൊരിച്ചെടുത്തു. സെക്കൻഡ് ബാച്ചിൽ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 പീസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓരോ ബാച്ചിലും ഫ്രൈ ചെയ്തെടുത്തത്. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം മാത്രമല്ല, നമുക്ക് എന്താണെന്നറിയോ ഇതിൻ്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് അതിങ്ങനെ നോക്കി നിൽക്കണ്ട. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറം ഭാഗം നല്ല മൊരിഞ്ഞ് കളറും നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്